ഇപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ റെവല്യൂഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഗസ്റ്റിനെ വീട്ടിൽ പോയാൽ ആ മോർണിംഗ് വന്നിടാ നീ ഒരു പാട്ട് പാടിയിടാന്ന് പറയും. മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഉത്സുകത അന്ന് മുതലേ ഉണ്ട്. പക്ഷേ അന്ന് ആ റൂമിൽ ലിമിറ്റഡ് ആണ് ഈ സാധനം, അതിനെ പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു ട്രെയിറ്റ് തന്നെയല്ലേ ഇപ്പോഴും പിന്തുടർന്ന് പോകുന്നത്. അപ്പൊ പിന്നെ അത് കുറ്റപ്പെടുത്താൻ പറ്റും. ഞാനതാ പറഞ്ഞത്, ഇതിൽ ശരി തെറ്റുകളില്ല. ഫോർമാറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു കാര്യത്തിലും. പണ്ട് ഗേറ്റിന്റെ പുറത്ത്, സ്കൂളിന്റെ ഗേറ്റിന്റെ പുറത്ത് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പേരന്റൽ കോമ്പറ്റീഷൻ. ഞാനൊരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, എൻ്റെ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി, എൻ്റെ കുട്ടി ഫസ്റ്റായി, എൻ്റെ കുട്ടിയുടെ കഴിവുകൾ ഇതാണ് എന്നുള്ളത് ഒരു പേരൻ്റ് എത്രത്തോളം പൊലിപ്പിച്ച് പറയുന്നുവോ അവിടെ വേറൊരു കുട്ടി അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പം ഈ ഗേറ്റിന് പുറത്തുണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷനാണ് ഇന്ന് വെർച്വലി നമ്മൾ കാണുന്നത്. അപ്പം വെൻ ഐ ആം പുട്ടിങ് ഔട്ട് സംതിങ് അബൌട്ട് മൈ ചൈൽഡ്, ഐ എം ട്രൈങ് ടു ടെൽ ദ വേൾഡ് ദാറ്റ് മൈ ചൈൽഡ് ഇസ് ദ ബെസ്റ്റ്, അല്ലേ? ഇൻ സം മാനേഴ്സ്, very subtly, passively, but overall the larger message is that. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ വെർച്വൽ സ്പേസിൽ വരുമ്പോൾ എവ്രിവെയർ ദർ ഇസ് ക്ലട്ടർ ആൻഡ് കിയോസ്. ഏതൊരു കുട്ടിയും ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള അച്ചീവേഴ്സായി. അപ്പം എനിക്ക് എന്തിടുമ്പോഴും ഞാൻ എൻ്റെ ബെസ്റ്റ്, എൻ്റെ കുട്ടി, അപ്പം അതിലൂടെ ഞാൻ വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്, ഞാനൊരു ഭയങ്കര നല്ല പേരൻ്റാണ് എന്നുള്ളതാണ്. സംവെയർ വി ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് എൻ്റെ പേരൻറ്റിങ് ആണ് നല്ലത്, അല്ലെങ്കിൽ ഞാനൊരു വളരെ മികച്ച പേരൻ്റാണ് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ റിഫ്ലക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഐ മീൻ പേരൻ്റ് എന്നുള്ള ഡെഫിനിഷനിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു കാലമാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പവർ ഇംബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മനീഷും ഞാനൊക്കെ വളർന്നൊരു സമയത്ത് ചില കാര്യങ്ങൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പേടി തോന്നിയിട്ടുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ അതൊരു വീടിനകത്ത് തന്നെ ഒരു പവർ ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ ആസ് ഏർലി ആസ് 4 or 5 they don't like it, they would tell it in your face. അപ്പോൾ അത് മാറിയിട്ടില്ല. അപ്പോൾ പേരൻ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കൂടുതലും ഫ്രണ്ട്ലി ആവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പല പേരൻസും എൻ്റെ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് പേരൻ്റ് ആവണം എന്ന് ശഠിക്കുന്ന കുറേ പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, വിച്ച് ഇസ് ഓൾ ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പേരൻ്റ് എന്നുള്ളത് കുട്ടിയുടെ പ്രൊട്ടക്ഷനും സേഫ്റ്റിയും സേഫ് ഗാർഡ് ചെയ്യേണ്ട അതോറിറ്റി കൂടിയാണ്. അത് മറന്നിട്ട് നമ്മൾ പലപ്പോഴും കുട്ടികളെ കോണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ പിക്ചേഴ്സും ഇതും ഓവറായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആർ വി ഫൊർഗെറ്റിംഗ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ബീയിങ് എ പേരൻറ്റ്?